ഗുഡ് മോർണിംഗ് എവരി സിവിൽ എഞ്ചിനീയേഴ്സ്. ഇന്നത്തെ ടോപ്പിക്കാണ് സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അത് കേരള യൂണിവേഴ്സിറ്റിയുടെ 4th യൂണിറ്റും KTUവിൻ്റെ 6th യൂണിറ്റും അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ 4th യൂണിറ്റും ബേസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് ആ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ സ്ലോപ്പ് എന്ന് പറയുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്തുവാ, ഒരു അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള ഇൻക്ലൈൻഡ് ചരിഞ്ഞൊരു സപ്പോർട്ടില്ലാത്ത പോർഷനാണ്. ഈ നമ്മളൊരു സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഇതിൽ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം സ്ലോപ്പിലൊക്കെ നമ്മൾ പല കൺസ്ട്രക്ഷനും ഡാം, റോഡിൻ്റെയും റെയിൽവേയുടെയൊക്കെ എംബാക്ക്മെൻറ്റ്സും അതൊക്കെ ഒരുപാട് എല്ലാം ഒരു ഹൈറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷൻ ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടി അതിൻ്റെ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ F ആയിട്ട് ഡിനോട്ട് ചെയ്യാം, FOS ആയിട്ട് ഡിനോട്ട് ചെയ്യാം, പലതരത്തിൽ ഡിനോട്ട് ചെയ്യാം. അതെന്ന് പറയുന്നത് റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്കിനി നോക്കാം ഈ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്തോ ഡ്രൈവിംഗ് ഫോഴ്സ്. റെസിസ്റ്റിംഗ് ഫോഴ്സ് നമുക്കറിയാം നോർമലി എന്തായിരിക്കും, എന്തൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ സ്ലോപ്പ് റെസിസ്റ്റ് ചെയ്ത് അതിനെ ഫെയിലർ ഇല്ലാതെ എന്ന് വെച്ചാൽ അത് എന്തെങ്കിലും ക്രാക്കോ അങ്ങനെയൊന്നും വീഴാതെ സംഭവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ റെസിസ്റ്റിംഗ് ഫോഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്? ആ സോയിലിലാകുമ്പോൾ സോയിലിൻ്റെ സ്വന്തമായിട്ടുള്ള ഷിയർ സ്ട്രെങ്ത് ആണ്. ഷിയർ കാരണമായിരിക്കും എന്തോന്നുള്ളത്, ഷിയർ സ്ട്രെസ്സ് കാരണമായിരിക്കും ഈ സ്ലോപ്പിൽ ഫെയിലർ സംഭവിക്കുന്നത്. അപ്പം ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിലാണ് എന്തോന്ന് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റിംഗ് ഫോഴ്സ്. അപ്പോൾ എന്താണ് ഈ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്? അത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പം റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഡ്രൈവിംഗ് ഫോഴ്സാണ് F എന്ന് പറയുന്നത്, അല്ലെങ്കിൽ FOS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ സോയിലിൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള വെയിറ്റ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ്, ഒരു ബിൽഡിങ് വരെ ആയിരിക്കും, അതൊരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അല്ലേ, അത് ഇൻക്രീസ് ചെയ്യുന്നത്. ആ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അതിൻ്റെ ലൈഫ് ടൈമിൽ ഇരുന്ന് അതിൻ്റെ ലോഡ് കൂടി ഫെയിലർ സംഭവിക്കാം. പിന്നെ സീസ്മിക് ഫോഴ്സായ എർത്ത് കേക്ക് പോലുള്ള, പിന്നെ സീപ്പേജ് ഫോഴ്സ്, അതായത് അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ്, എന്തെങ്കിലും റെയിൻഫോളൊക്കെ വരുമ്പോൾ അതിൽ കൂടെ സീപ്പേജ് മൂവ്മെൻറ്റ്, അത് കാരണം ഉണ്ടാകുന്ന സീപ്പേജ് ഫോഴ്സസ് ഒക്കെയാണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ സ്ലോപ്സ് നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എല്ലാത്തിലും ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഈ സ്ലോപ്സിലും 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് സ്ലോപ്പും സെക്കൻഡ് വൺ ഫൈനൈറ്റ് സ്ലോപ്പ്. നമുക്ക് ആദ്യം ഫൈനൈറ്റ് സ്ലോപ്പ് ഫൈനൈറ്റ് എന്ന് പറയുന്നത് എന്താ, നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ ഇൻഫിനിറ്റ് എന്ന് പറയുന്നത് അതിന് ചിലപ്പോൾ ലിമിറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങ് ഇൻക്രീസ് ചെയ്ത് നമുക്കൊരു പരിധി വിട്ടങ്ങ് പോകുന്നത്. അപ്പം ഫൈനൈറ്റ് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിപ്പം ഹൈവേ അല്ലെങ്കിൽ റോഡ് അല്ലെങ്കിൽ റെയിൽവേക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന എംബാക്ക്മെൻറ്റ്സ്, ഒരു ഹൈറ്റിലല്ലേ നമ്മളതൊക്കെ ചിലയിടത്തൊക്കെ അത് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഫൈനൈറ്റ് സ്ലോപ്പ് എന്ന്. അത് നമ്മൾ മാൻമെയ്ഡായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. കുറച്ച് എക്സാമ്പിൾസാണ് ഈ പറഞ്ഞത്. ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഈ മൗണ്ടെയ്ൻസ് എന്ന് വെച്ചാൽ നാച്ചുറലി ഫോം ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പൊക്കെ ഇൻഫിനിറ്റ്. അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ സ്ലോപ്പ് എന്താണ്, അതിൻ്റെ കാൽക്കുലേഷനൊക്കെ നമുക്കറിയാമെങ്കിലും പക്ഷേ അതിൻ്റെ സ്ലോപ്പ് ഓഫ് ഡാം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് സ്ലോപ്സ് ആണ്. അപ്പം ഇതിൻ്റെ അനാലിസിസൊക്കെ നമ്മൾ പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും പല ടൈപ്പ് മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടും മാറ്റി തന്നെ പഠിക്കണം. പിന്നെ ഇതിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്കറിയാം. ഇതിൽ എന്തൊക്കെയായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്? ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ലോഡ് പുറത്തു നിന്ന് ഷിയർ സ്ട്രെസ്സ് കാരണമാണ് ഫെയിലർ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു സ്ലോപ്പുകളിൽ. അപ്പോൾ ഈ ഷിയർ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ. രണ്ടാമത് അതിനെ കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാം, എന്ത് ചെയ്യാം, ആ ഷിയർ സ്ട്രെസ്സ് കൊടുക്കുമ്പം ആ സോയിലിലെ ഷിയർ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ രണ്ടും എന്താണ്, മ്യൂച്വലി ഇൻ്റർ കണക്റ്റഡ്. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും എന്ന് പറഞ്ഞിട്ട് 2 ഫാക്ടേഴ്സ് നമുക്ക് പറയാം. വേറെ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ ഷിയർ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നതും ഷിയർ സ്ട്രെങ്ത് സോയിലിനെ ഡിക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്ത് നമുക്ക് ടൈപ്സ് ഓഫ് സോയിൽ അപ്പോൾ ഇതൊക്കെ കൊണ്ടുണ്ടാവുന്ന ഫെയിലർ. ആക്ച്വലി ഓരോ സ്ഥലത്തും ഓരോ ഫെയിലർ ആയിരിക്കും ഉണ്ടാകുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ടൈപ്പ് ഓഫ് സോയിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്ലോപ്പ് 2 രീതിയിലെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ആ സ്ലോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വരുന്ന ഫെയിലർ. അപ്പം നമ്മളത് ഇൻഫിനിറ്റ് സ്ലോപ്പാണ് പഠിച്ചത്. ഇപ്പോൾ ഇൻഫിനിറ്റ് സ്ലോപ്പിൽ കൂടുതലും ട്രാൻസ്ലേഷണൽ ഫെയിലറാണ് വരുന്നത്. കാര്യം ഇൻഫിനിറ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻഫിനിറ്റ് ആയിട്ട് എത്രയോ ദൂരെ കിടക്കുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഫെയിലർ അല്ലെങ്കിൽ ക്രാക്കോ ക്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഫെയിലർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഫെയിലർ സംഭവിക്കുന്നത് ഈ
ആ ഒരു സ്ലോപ്പിന് ആ സ്ലോപ്പ് സർഫസിന് പാരലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടുതൽ എന്തോന്നാണ് സ്ലിപ്പ് സർഫസ് എന്നാണ് ആ ഫെയിലർ പ്ലെയിനിനെ അറിയപ്പെടുന്നത്. അത് എന്തോന്ന് ഈ സ്ലിപ്പ് സർഫസ് ഓർ ഫെയിലർ പ്ലെയിൻ പാരലൽ ടു എന്തോന്നാണ് ഈ സ്ലോപ്പ് സർഫസിന്. പിന്നെ കൂടുതലും ഇത് സ്ട്രാറ്റിഫൈഡ് സോയിലിനാണ് കുറയുന്നത്. ഈ സ്ട്രാറ്റിഫൈഡ് സോയിൽ എന്തോന്നാണ് ഇപ്പോൾ ഇൻഫിനിറ്റ് സ്ലോപ്പിനാണ് ഉണ്ടാകുന്നതെന്ന് പറയണം. അതുപോലെ സ്ട്രാറ്റിഫൈഡ് സോയിലാണ്. സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്നത് എർത്തിൻ്റെ ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് സോയിലായിരിക്കും. ചിലയിടത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കിടക്കണമായിരിക്കും. ചിലയിടത്ത് എന്താണ് ഓരോ ലെയറിലും ഓരോ സോയിലായിരിക്കും. ഇത്ര ഡെപ്തിലൊരു സോയിൽ, അടുത്ത ഡെപ്തിലോ Z1 ഡെപ്തിലൊരു സോയിൽ, Z2 ഡെപ്തിൽ. Z1 എന്ന് പറഞ്ഞാൽ ഡെപ്തിനെ ഡിനോട്ട് ചെയ്യുന്നത്. Z2 ഡെപ്തിൽ വേറെ സോയിൽ, Z3 ഡെപ്തിൽ വേറെ സോയിൽ, Z4 ഡെപ്തിൽ വേറെ സോയിൽ, അങ്ങനെ ഒക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സോയിൽ ടൈപ്പിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ സ്ലോ ഫെയിലർ വരുന്നത്. കാര്യം എന്താണോ അവിടുത്തെ ഓരോ സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്പ് സോയിൽ ഉണ്ടാകുന്ന ലെയറിനെയാണ് സ്ട്രാറ്റ എന്നറിയപ്പെടുന്നത്. ആ ഓരോ സ്ട്രാറ്റയിലും അതിൻ്റെ ഓരോ മണ്ണായിരിക്കും. ഒരു സ്ട്രാറ്റയിൽ ക്ലേ ആണെങ്കിൽ അടുത്ത സ്ട്രാറ്റയിൽ എന്തായിരിക്കും സാൻഡ് ആയിരിക്കും. അപ്പം അങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുന്ന സ്ട്രാറ്റകളായി. മിക്സ് മീൻസ് ഓരോ സ്ട്രാറ്റയിലും. അപ്പം അവിടുത്തെ ഓരോ സ്ട്രാറ്റയിലുമുള്ള ഷിയർ സ്ട്രെങ്തിൽ വ്യത്യാസം വരുമ്പോൾ ഇങ്ങനത്തെ ഫെയിലേഴ്സൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതായത് ട്രാൻസ്ലേഷൻ ഫെയിലറാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു ഫിഗർ കിടപ്പുണ്ട്, അതിൻ്റെ സ്ലിപ്പ് സർഫസൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത റൊട്ടേഷണൽ ഫെയിലർ എന്ന് പറയുമ്പോൾ മറ്റേൻ്റെ കറക്റ്റ് ഉൾട്ട അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് വേണം പറയാം. അതെന്ന് പറയുന്നത് ഫൈനൈറ്റ് സ്ലോപ്പിൽ, മറ്റേത് ഇൻഫിനിറ്റ് ആണെങ്കിൽ ഫൈനൈറ്റ്. മറ്റേതിൽ പാരലാണെങ്കിൽ ഇത് സർക്കിളിൻ്റെ ഒരു ആർക്കായിട്ടാണ് വരുന്നത്. അതൊരിക്കലും സ്ലോപ്പിന് പാരലായിട്ടല്ല. അത് ഫിഗർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് റൊട്ടേഷൻ ഫെയിലർ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫേസ് ഫെയിലർ അല്ലെങ്കിൽ സ്ലോപ്പ് ഫെയിലർ, രണ്ടാമത്തെ ടോപ്പ് ഫെയിലർ, മൂന്നാമത്തെ ബേസ് ഫെയിലർ. നിങ്ങൾ ആ ഫിഗർ നോക്കി മാത്രം പഠിച്ചാൽ മതി. ആദ്യത്തെ എന്ന് പറയുന്നത് ഫേസ് ഫെയിലർ അല്ലെങ്കിൽ സ്ലോപ്പ് ഫെയിലർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആ ഒരു സ്ലോപ്പിനെയാണ് ഞാൻ ആ ഒരു സ്ലോപ്പ് രീതിയിൽ കാണിച്ചിരിക്കുക. അതിൻ്റെ ടോ സർഫസ് നിങ്ങൾ കണ്ടില്ല. ആ ടോ സർഫസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ ടോ സർഫസിൻ്റെ മുകളിലാണ് ഹാർഡർ സ്ട്രാറ്റ എങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്നതാണ് ഫേസ് ഫെയിലർ അല്ലെങ്കിൽ സ്ലോപ്പ്. അതായത് സ്ലോപ്പിൻ്റെ ഫേസിൽ ഉണ്ടാകുന്നതാണ് അതിൻ്റെ മീനിങ് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഫേസ് ഫെയിലർ അല്ലെങ്കിൽ സ്ലോപ്പ് ഫെയിലർ. സെക്കൻഡ് ഫിഗർ നോക്കിക്കുക. ആ ടോയിൻ്റെ വരെയുള്ള ഭാഗത്ത് സ്ലോഫ്റ്റും താഴെ വന്നിട്ട് എന്ത് ഹാർഡറാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഹാർഡർ വന്നിട്ട് ഈ ടോയിൻ്റെ താഴെയായിട്ട് എന്ത് സംഭവിക്കും, അവിടെ ഈ ടോയിലാണ് എന്ത് ചെയ്യുന്നത് ഫെയിലർ സംഭവിക്കുക. അതിനാണ് ടോ ഫെയിലർ എന്ന് പറയുന്നത്. മറ്റേതിലാണെങ്കിൽ ടോയ്ക്ക് മുകളിലാണ് സോഫ്റ്റ്, അതിന് മുകളിൽ തന്നെയാണ് ഹാർഡ്. അതുകൊണ്ട് എന്താണ് സ്ലോ ഫെയിലർ, സെക്കൻഡ് വൺ ടോ ഫെയിലർ, തേർഡ് വൺ ബേസ് ഫെയിലർ. ആദ്യത്തിന് ഫേസ് ഫെയിലർ അല്ലെങ്കിൽ സ്ലോ ഫെയിലർ എന്നും അറിയപ്പെടാറുണ്ട്. സെക്കൻഡ് വൺ ടോ ഫെയിലർ, തേർഡ് വൺ ബേസ് ഫെയിലർ. അപ്പോൾ ഇത് ആദ്യത്തെ മുകളിൽ, രണ്ടാമത്തെ ടോയിൽ. ഇപ്പം അടുത്തത് എന്തായിരിക്കും, എന്തായാലും അതിനെക്കാട്ടിയും താഴെ. അപ്പോൾ ഒരുപാട് ഡെപ്ത് താഴെയായിരിക്കും ഹാർഡർ സ്ട്രൈറ്റ് ടോയിനെക്കാട്ടി. അവിടെയാണ് എന്ത് ബേസ് ഫെയിലർ സംഭവിക്കുന്നത്. ആ ഫിഗർ നോക്കി മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഡെപ്ത് ഫാക്ടറാണ്. ഡെപ്ത് ഫാക്ടർ കൂടുതലും കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് ചോദിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ നോക്കി വിട്ടാൽ മതി. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അടുത്തത് കോമ്പൗണ്ട് ഫെയിലറും വെഡ്ജ് ഫെയിലറാണ്. ജസ്റ്റ് വേണമെങ്കിൽ ഡെപ്ത് ഫെയിലർ പറഞ്ഞു തരാം. ഡെപ്ത് ഫാക്ടർ എന്ന് പറയുന്നത് ഹാർഡ് സ്ട്രാറ്റ എത്ര ഡെപ്ത് ഉണ്ടോ ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് സ്ലോപ്പ്. അതാണ് ഡെപ്ത് ഫാക്ടർ എന്ന് പറയുന്നത്. DF ഈക്വൽ ടു ഡെപ്ത് ഹാർഡ് സ്ട്രാറ്റ ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് സ്ലോപ്പാണ്. 3 കേസസ് പറഞ്ഞിട്ടുണ്ട്. ഫോർ ഫേസ് ഫെയിലർ അല്ലെങ്കിൽ എന്തോന്നാണ് സ്ലോപ്പ് ഫെയിലറിന് DF ലെസ് ദാൻ 1, ടോപ്പ് ഫെയിലറിന് DF ഈക്വൽ ടു 1, ബേസ് ഫെയിലറിന് DF ഗ്രേറ്റർ ദാൻ 1. ഇതൊരു എക്സ്ട്രാ പോയിൻ്റാണ്. നിങ്ങളിപ്പം കുറച്ചും കൂടെ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടെ എഴുതിയാൽ നല്ലതായിരിക്കും. എല്ലാത്തിലും ഫിഗർ വരയ്ക്കണം. ഓക്കെ. കോമ്പൗണ്ട് ഫെയിലർ എന്ന് പറയുന്നത് ഈ ട്രാൻസ്ലേഷനായിട്ട് പാരലായിട്ട് വരുന്ന ഇൻഫിനിറ്റ് സ്ലോപ്പിൽ വരുന്ന ഫെയിലറും അതുപോലെ തന്നെ എന്താണ് ഫൈനൈറ്റ് സ്ലോപ്പിൽ വരുന്ന ഫെയിലറായ റൊട്ടേഷണൽ ഫെയിലറും കൂടെ ഒരുമിച്ച് ചേർന്ന് വരുന്നതാണ് കോമ്പൗണ്ട് ഫെയിലർ. വെഡ്ജ് ഫെയിലർ എന്ന് വെച്ചാൽ വെഡ്ജ് ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നത്. അതിൻ്റെ ഫിഗർ നിങ്ങൾ നോക്കിയാൽ മതി. സ്ലോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസ് ആണ് പറയുന്നത്. അത് നമ്മൾ 2 ടൈപ്പ് സ്ലോപ്പ് പറഞ്ഞു. അപ്പോൾ ഇൻഫിനിറ്റ് സ്ലോപ്പിൽ ഒരു രീതിയിലുള്ള മെത്തേഡായിരിക്കും, ഫൈനൈറ്റ് സ്ലോപ്പിൽ വേറെ. അപ്പോൾ ഇൻഫിനിറ്റ് സ്ലോപ്പിലുള്ളതിൻ്റെ ഒരു ഫിഗർ നിങ്ങൾ നോക്കിക്കോ. ഇസഡ് എന്ന് പറയുന്ന ആ ഒരു ഡെപ്ത് ഓഫ് ഫെയിലർ പ്ലാത്ത്, ആ ഒരു ഡെപ്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫെയിലർ പ്ലെയിൻ വന്നിട്ടുള്ള. I എന്ന് പറഞ്ഞാൽ സ്ലോപ്പിൻ്റെ ആംഗിളാണ്. ഇത് ട്രാൻസ്ലേഷൻ ഫെയിലറാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കിനി 2 കേസായിട്ട് നോക്കാം. ഒന്നെന്ന് പറയുന്നത് C5 സോയിൽ കോഹസീവുമാണ്, കോഹഷൻലെസ്സും കൂടെ ചേർന്ന്. ആക്ച്വലി ഈ കോഹസീവും കോഹഷൻലെസ്സും എന്താണെന്ന് അറിയാമോ? ഈ കോഹസീവ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ എന്തോന്നും കോഹിഷൻ മീൻസ് ഒരു
പശ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ കൊഹഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, ക്ലേ ആയിരിക്കും. ക്ലേക്കല്ലേ ആ ഒരു പശ എഫക്റ്റ് ഉള്ളത്. ആ ക്ലേ വരുമ്പോൾ എന്ത്, കൊഹഷൻ ഉണ്ട്. അപ്പോൾ സി അവിടെ ഉണ്ട്. അപ്പോൾ സി ഉണ്ടെങ്കിൽ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ =0 ആയിരിക്കും. കൊഹിഷൻ ലെസ് എന്ന് പറഞ്ഞാൽ കൊഹിഷൻ ഇല്ല എന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു എഫക്റ്റ് ഇല്ല, പശ എഫക്റ്റ് ഇല്ല. പശ എഫക്റ്റ് ഇല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും, സാൻഡ് ആയിരിക്കും. തുരാന്നിങ്ങനെ കിടക്കുന്നത് സാൻഡാണ്. അപ്പോൾ അവിടുത്തെ എന്തുവാണ്, C=0 ആയിരിക്കും. പക്ഷേ അവിടെ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒന്നുകിൽ രണ്ട് കേസായിട്ട്, ഒന്നുകിൽ എന്താണ് കോഹസീവ് അല്ലെങ്കിൽ C5 സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് കോഹിഷൻലെസ് സോയിൽ. അപ്പം നമ്മൾ കോഹസീവ് അല്ലെങ്കിൽ C5 സോയിലിലെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് കോഹിഷൻലെസ് സോയിലിൻ്റെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര സിമ്പിളാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു ഒരു ടേം പറയുന്ന ഒരു എക്സ്ട്രാ പോയിൻ്റ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫെയിലർ എന്ന് വെച്ചാൽ ഒരു സ്ലോപ്പ് സ്റ്റേബിൾ ആയിരിക്കണമെങ്കിൽ, ഇപ്പം നമ്മളിൽ രണ്ട് സാമ്പിളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു സാൻഡും മറ്റേതെന്ന് പറയുന്നത് ക്ലേയും ഉണ്ട് സാൻഡ് മിക്സ് ചെയ്ത സംഭവം എന്ന് വിചാരിച്ചോ. അപ്പം ഈ സാൻഡ് മാത്രമുള്ളതിൽ എന്ത് ചെയ്യണം, ഈ സ്ലോപ്പ് ആംഗിൾ ഉണ്ടല്ലോ, അതായത് എന്തോന്നും സ്മോൾ ഐ, ആ ഐ എന്ന് പറയുന്നത് എന്തോന്നായിരിക്കണം, ഐ എപ്പോഴും ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷനെക്കാട്ടിയും കുറവായിരിക്കണം. എന്നാൽ മാത്രമേ ഈ സാൻഡിൽ ഫെയിലർ സംഭവിക്കാതിരിക്കും. അപ്പം നമ്മൾ ക്ലേ എന്ന് പറഞ്ഞ സാമ്പിൾ അല്ലെങ്കിൽ ക്ലേയും സാൻഡും കൂടെ മിക്സ് ചെയ്ത് എന്തായിരിക്കണം, ഈ ഐ എന്ന് പറയുന്നത് ഫൈയെക്കാട്ടിയും കൂടുതലായിരിക്കണം. എന്ന് വെച്ചാൽ എന്തോ സ്ലോപ്പ് ആംഗിൾ ഫൈയെക്കാട്ടിയും കൂടുതലായിരിക്കണം എന്നാണ് പറയുന്നത്. ഫൈ എന്തോന്നാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് ഇൻഫിനിറ്റ് സ്ലോപ്പ്. ഇൻഫിനിറ്റ് സ്ലോപ്പിൽ നമ്മളൊരു 5 മെത്തേഡ് പഠിക്കും. ആദ്യത്തെ മെത്തേഡ് φu=0 ആണ്. അതായത് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഇൻ അൺട്രെയിൻഡ് കണ്ടീഷൻ =0 അനാലിസിസ് മെത്തേഡ്. അപ്പോൾ φ=0 ആണെങ്കിൽ അവിടെ ഏതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലേ ആയിരിക്കും. അപ്പോൾ ഇത് കൂടുതലും സാച്ചുറേറ്റഡ് ക്ലേയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് ഇത്, അൺട്രെയിൻഡ് കണ്ടീഷനാണ്. ഇതിൻ്റെ ഫിഗർ നോക്കിക്കൊള്ളണം. ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ച ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇതൊക്കെ ഇക്വേഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ നോക്കിയാൽ മതി. ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന വെയിറ്റ് ഓഫ് സോയിലും റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കോയിഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് സോയിലാണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഡ്രൈവിംഗ് ഫോഴ്സ്. ദെൻ ഉള്ളത് സ്വീഡിഷ് സർക്കിൾ മെത്തേഡ്. സ്വീഡിഷ് സർക്കിൾ മെത്തേഡ് മറ്റേനെ പോലെ ഗ്രാഫിക്കൽ മെത്തേഡ് തന്നെയാണ്. ഇതെല്ലാ ടൈപ്പ് സോയിൽ നമുക്ക് ഈ മെത്തേഡ് വെച്ച് അനലൈസ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട്, സ്വീഡിഷ് സർക്കിൾ മെത്തേഡ്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ മെത്തേഡ് ഓഫ് സ്ലൈസസ് എന്നറിയപ്പെടുന്നു. വെച്ചാൽ നമുക്കൊരു സ്ലോപ്പ് തന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റെബിലിറ്റി നോക്കണമെങ്കിൽ നമ്മൾ ആ സ്ലോപ്പിന് ഒരു പോർഷൻ, വെഡ്ജ് പോർഷൻ എന്നറിയപ്പെടും, ആ വെഡ്ജ് പോർഷൻ എടുത്തിട്ട് അതിനെ നമ്മൾ പല സ്ലൈസസ് ആയിട്ട് കൊടുക്കണം. അതിൻ്റെ ഓരോ ചെറിയ പോയിൻറ്റും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അങ്ങനെയാണ്, അതുകൊണ്ട് ഇതിൻ്റെ മെത്തേഡ് ഓഫ് സ്ലൈസസ് എന്നറിയപ്പെടും. അതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ K2 നോട്ട്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ എന്താണ് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഫെയിലർ ചെയ്ത സർഫസ് കർവ് ലീനിയറായിട്ടാണ് കിട്ടിയത്. ഒരു കർവുമാണ്, പക്ഷെ ലീനിയറായിട്ടാണ് കിട്ടിയത്. കർവും ഉണ്ട് എന്ന് വെച്ചാൽ കറക്റ്റ് ലീനിയർ അല്ല, പക്ഷെ കർവും അല്ല, എന്ന് വെച്ചാൽ കർവ് ലീനിയറായിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് അവിടെ അനലൈസ് ചെയ്യാൻ എളുപ്പത്തിൽ നമ്മളത് സർക്കുലർ എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സ്ലോപ്പിനൊരു നെയിമൊക്കെ ഇട്ട് ADB എന്ന് എടുക്കണം. പിന്നെ ആ AB എന്ന് പറയുന്ന ആ സർക്കുലർ സർഫസ് ആണ്, അതിൻ്റെ റേഡിയസ് R-ഉം സെൻറ്റർ ഓഫ് സ്ലോപ്പ് O-യും ഉണ്ട്. എന്നിട്ട് നമ്മൾ ഒരു പോർഷനിലുള്ള ട്രയൽ വെഡ്ജ് എടുക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓരോ സ്ലൈസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആ ഓരോ സ്ലൈസസിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ആ വെയിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ നോർമൽ കമ്പോണൻറ്റും ടാൻജൻഷ്യൽ കമ്പോണൻറ്റായിട്ട് റിസോൾവ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഓരോ കേർവ്ഡ് ലെങ്തായ ഡെൽറ്റ, ഓരോ സ്ലൈസിനെ കേർവ്ഡ് ലെങ്തായ ഡെൽറ്റ ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കും. ഇതൊക്കെ പ്രോബ്ലത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പുതിയ ട്രയൽ വെഡ്ജ് എടുത്തിട്ട് പിന്നെ അതിൻ്റേതായ റിപ്പീറ്റഡ് ഫോർ എ ന്യൂ ട്രയൽ വെഡ്ജ് എടുക്കണം. പിന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്, എവിടെയാണ് നമുക്ക് മിനിമം ഓരോ ട്രയൽ വെഡ്ജ് ഏറ്റവും കുറവ് മിനിമം വാല്യൂ എവിടെ, ഏറ്റവും താഴ്ന്ന സ്മോളസ്റ്റ് വാല്യൂ, കുറച്ച് വാല്യൂ ഉള്ള എവിടെയാണ് കിട്ടിയതെന്ന്, അതാണ് എന്തോന്ന് പറയുന്നത് അവിടുത്തെ ക്രിട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്നത്. ബിഷപ്പ് സർക്കിൾ മെത്തേഡാണ്, അത് ജസ്റ്റ് സീരീസ് സർക്കിളിനെ പോലെയാണ്, പക്ഷേ കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ് മറ്റേതിനെക്കാട്ടിയും. ഇത് ഇവിടെയാണെങ്കിൽ രണ്ട് സ്ലൈസസിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷനും കൂടെ കൺസിഡർ ചെയ്യും. ബാക്കി ഇക്വേഷനൊക്കെ സെയിം
തന്നെയാണ്. ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്ന അടുത്ത മെത്തേഡ്. ഇതിൽ ഫ്രിക്ഷൻ സർക്കിൾ കണ്ടില്ലേ, ആ ഒരു ഫിഗറിലുള്ള സ്മോൾ സർക്കിളിനെയാണ് ഫ്രിക്ഷൻ സർക്കിൾ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ റേഡിയസ് സ്മോൾ ആറും നമ്മളെ സ്ലിപ്പ് സർഫസിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആണ്. അതിൻ്റെ സെൻറ്റർ രണ്ടിൻ്റെ സെയിം സ്ഥലത്താണ്. നമ്മൾ ഈ ഫ്രിക്ഷൻ സർക്കിളിൽ നിന്നാണ് ഫ്രിക്ഷൻ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് കണ്ടുപിടിക്കുന്ന നമ്മൾ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കോഷൻലെസ് സോയിലാണെങ്കിൽ കോസി സോയിലാണെങ്കിൽ എന്ത് ചെയ്യും, 5 = 0 വരും. അപ്പോൾ സ്മോൾ ആർ എന്ത് ചെയ്യും, =0 ആയിട്ട് പോവും. ഇതിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് ആ ഫ്രിക്ഷൻ സർക്കിൾ വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് ജസ്റ്റ് വായിച്ചാൽ ഇക്വേഷനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ടൈലേഴ്സ് സ്റ്റെബിലിറ്റി നമ്പർ ആൻഡ് സ്റ്റെബിലിറ്റി ചാർട്ട്സ് ആണ്. സ്റ്റെബിലിറ്റി നമ്പറിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റെബിലിറ്റി ചാർട്ടിൻ്റെ ഫിഗർ അപ്പുറത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. പിന്നെ ഉള്ളത് എന്തുവാണ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 കേസസിൽ പറയുന്നുണ്ട്. എന്തുവാണ്, ഷിയർ സ്ട്രെങ്തിൻ്റെ കേസിൽ, കോയിഷൻ്റെ കേസിൽ, പിന്നെ പറയുന്നത് ഷിയർ സ്ട്രെങ്തിൻ്റെ കേസിൽ, കോയിഷൻ്റെ കേസ്, ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ്റെ കേസിലൊക്കെയാണ് പറയുന്നത്. പിന്നെ ഉള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിട്ടിക്കൽ മൊബിലൈസ്ഡ് കോയിഷനൊക്കെ എന്തോന്നാണ്, ഷിയർ സ്ട്രെസ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ക്രിട്ടിക്കൽ ഹൈറ്റ് ഓഫ് സ്ലോപ്പ് എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് സ്ലോപ്പ് അറ്റ് വിച്ച് ഫെയിലർ ഒക്കേഴ്സ് ആണ്. എവിടെയാണോ ഫെയിലർ സംഭവം ആ ഹൈറ്റാണ്. ഓൾവേസ് ഹൈറ്റ് ഓഫ് സ്ലോപ്പ് എന്തോന്നാണ് ക്രിട്ടിക്കൽ ഹൈറ്റിനെ കാട്ടിയും കുറവായിരിക്കും. പിന്നെ ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ട്. അതിൻ്റെ ഇക്വേഷനും കൂടെ നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.